കാത്തൊരു കവിത, MVSSനൊളിമിന്നും കവിത. നൂറ്റാണ്ടുകളുടെ സംക്രമവീര്യം പുതിയൊരു ലോകമുയർത്തും, ഇവിടെ യുഗപരിണാമമുണർത്തും. സുവർണലിപിയിൽ കാലം കാത്തൊരു കവിത, MVSSനൊളിമിന്നും കവിത. മണ്ണിൽ ഈ മണ്ണിൽ ശില്പചാരുത വിരിക്കും തൊഴിലാളികളുടെ കരവിരുതിൽ. കലയുടെ തെയ്യം കൊട്ടിയുണർന്നു, കളിയാട്ടങ്ങൾ ഉണർന്നു, കരിവെള്ളൂർ വീരനുണർന്നു. സുവർണലിപിയിൽ കാലം കാത്തൊരു കവിത, MVSSനൊളിമിന്നും കവിത. തിറയാട്ടങ്ങൾ കാവിൻ മടിയിൽ നിറമാലകൾ വിരിയിപ്പൂ, കണി കണ്ടുണരും പൊൻപുലരിക്കൊരു കൊന്നപ്പവിഴമൊരുക്കി, നിറയെ നവരത്നങ്ങൾ ഒരുക്കി. സുവർണലിപിയിൽ കാലം കാത്തൊരു കവിത, MVSSനൊളിമിന്നും കവിത. ഉജ്ജ്വല തേജസ്സുള്ളവരിവിടെ അടിമത്തം തൂത്തെറിയും, ജാതിവെറിയുടെ വേതാളങ്ങളെ ഇരുമ്പു കൂട്ടിലടയ്ക്കും, പുതിയൊരു നീതി നടപ്പാക്കും. സുവർണലിപിയിൽ കാലം കാത്തൊരു കവിത, MVSSനൊളിമിന്നും കവിത. നൂറ്റാണ്ടുകളുടെ സംക്രമവീര്യം പുതിയൊരു ലോകമുയർത്തും, ഇവിടെ യുഗപരിണാമമുണർത്തും. സുവർണലിപിയിൽ കാലം കാത്തൊരു കവിത, MVSSനൊളിമിന്നും കവിത. ചേർന്നിരിക്കാം. കാണികളായിട്ടുള്ള ആളുകൾക്ക് വലതുഭാഗം ഫ്രീ ആയിട്ടുണ്ട്, ഇവിടെ വന്ന് നിൽക്കാവുന്നതാണ്, കാണാവുന്നതാണ്. പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, മണ്ണാൻ സമുദായ സംഘത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ MP രവീന്ദ്രൻ, നമ്മുടെ 21ാമത് സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേരുന്ന പാലക്കാടിൻ്റെ MP ശ്രീ VK ശ്രീകണ്ഠൻ, നമ്മെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണത്തെ നമുക്ക് സമ്മാനിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായ ഡോക്ടർ TS ശ്യാംകുമാർ, ഈ ചടങ്ങിൽ എത്തിച്ചേരുന്ന വിവിധ തലങ്ങളിലുള്ള ജനപ്രതിനിധികൾ, സമുദായ സംഘടനയുടെ നേതാക്കൾ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തിച്ചേർന്ന സമുദായ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, 2004 നമ്മുടെ സമുദായത്തിന് നേരിട്ട ഒരു കെടുതിയെ
അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ സമുദായ ബന്ധുക്കളെ ചിലർ കോഴിക്കോട് യോഗം ചേർന്ന് രൂപീകരിച്ച മണ്ണാൻ സമുദായ സംഘം ഇന്നതിൻ്റെ ബാല്യ കൗമാര ദശകങ്ങൾ പിന്നിട്ട് യൗവന സമയത്താണ് 21ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് വളരെ ഗൗരവമുള്ള നമ്മുടെ സമുദായം ഉൾപ്പെടുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നാം എല്ലാവരും അറിയുന്നുമുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മളെല്ലാവരും പ്രതികരിക്കുന്നുണ്ട്, ചിലതിൽ നമ്മൾ പ്രതികരിക്കുന്നില്ല. ഈ രൂപത്തിൽ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമുദായ സംഘം മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ സംഘം വളരെ വിശദമായി ഗൗരവത്തോടു കൂടി നമ്മുടെ സമുദായം ഉൾപ്പെടെയുള്ള പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് പരിശോധിക്കുന്നതിനും സ്വയം വിമർശനമായി വിലയിരുത്തുന്നതിനും ഈ സമ്മേളനം നമുക്ക് ഉപകരിക്കണം. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ സമുദായ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും MVSSൻ്റെ സംസ്ഥാന സമിതിക്ക് വേണ്ടി ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട പാലക്കാടിൻ്റെ MP ശ്രീ VK ശ്രീകണ്ഠനെ MVSSൻ്റെ സംസ്ഥാന സമിതിക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് നമ്മുടെ സംഘടനയുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ MB രവീന്ദ്രൻ അവர்களാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കേരളത്തിലാകെ സമകാലീന കാലത്ത് വളരെ ഗംഭീരമായ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങളെ കൊണ്ട് പേരെടുത്ത പ്രിയപ്പെട്ട ഡോക്ടർ TS ശ്യാംകുമാർ ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. ഡോക്ടർ TS ശ്യാംകുമാറിനെ MVSSൻ്റെ സംസ്ഥാന സമിതിക്ക് വേണ്ടി വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ എത്തിച്ചേരുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി സജന ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാലക്കാടിൻ്റെ ചിറ്റൂർ മുതൽ അലനല്ലൂർ പഞ്ചായത്തിൻ്റെ എടത്തനാട്ട് വരെ നീളുന്ന വളരെ വിസ്തൃതിയുള്ള പാലക്കാട് ജില്ലയിലെ നമ്മുടെ സമുദായ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമർത്ഥമായി നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് K ദാമോദരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിലെ കൗൺസിലർ ശ്രീമതി ഷീബ സുധീഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ എത്തിച്ചേരുന്ന CPIM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ K മൻസൂറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന CPIയുടെ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ മണികണ്ഠൻ പൊറ്റശ്ശേരിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന BJPയുടെ മണ്ണാർക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജു നെല്ലമ്പാനിയെ വളരെ സന്തോഷപൂർവ്വം സമുദായ സംഘത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് കൃതജ്ഞത പറയുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ M മോഹനദാസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 സെഷനുകളായി നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന കൗൺസിലർമാർ, യൂണിറ്റ് ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ തലങ്ങളിലുള്ള നമ്മുടെ സമുദായ സംഘത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും വളരെ സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി MVSSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MB രവീന്ദ്രൻ അവരുകളെ ക്ഷണിക്കുന്നു.
സ്നേഹമുള്ള സമുദായ സ്നേഹികളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലൊക്കെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് മണ്ണാൻ സമുദായ സംഘടനയുടെ 21ാമത്തെ വാർഷിക സമ്മേളനം നടക്കുകയാണ്. സെക്രട്ടറി പറഞ്ഞതുപോലെ 21 വർഷം പിന്നിട്ട് കഴിഞ്ഞു. 2004 കോഴിക്കോട് വെച്ച് രൂപീകൃതമായ സംഘടനയുടെ പ്രവർത്തനം 21 കൊല്ലം പിന്നിടുമ്പോൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്താണ്, സംഘടന എന്തൊക്കെ ചെയ്തു, ഇനിയുള്ള ഭാവി പ്രവർത്തനത്തിനെ പറ്റിയുള്ള പരിപ്രേക്ഷ്യതയൊക്കെ ഇവിടെ അറിയിക്കും. എങ്കിലും ആ പ്രവർത്തനത്തെപ്പറ്റി ചെറിയ രീതിയിലൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഭരണഘടനയിൽ കൂടെ വളരെ നല്ല നല്ല കാര്യങ്ങൾ പട്ടികജാതിക്കാർക്കും മറ്റുള്ളവർക്കും വേണ്ടി വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ വിഭാവനം ചെയ്ത പട്ടികജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ നിലനിർത്താനും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വേണ്ടി നമ്മുടെ സമുദായ സ്നേഹികളും സമുദായ സംഘടനയുടെ ഭാരവാഹികളും കൂടി ആലോചിച്ചുകൊണ്ട് വിവിധ സംഘടനയെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് 2004 കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് മണ്ണാൻ സമുദായ സംഘടന രൂപീകരിച്ചു. പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം അടിമത്തം അനുഭവിച്ച ഒരു സമുദായമാണ് നമ്മൾ. പട്ടികജാതിക്കാർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും പീഡനങ്ങൾക്കും ഒരു അന്തിമമുണ്ടാക്കണം, അതിനെതിരായി പോരാടണം, അതിനെതിരായി ശക്തമായി പ്രതിരോധിക്കണം. അതിനുവേണ്ടി മാത്രമായിരുന്നു നമ്മുടെ സംഘടനയുടെ പ്രധാന ഉദ്ദേശം. അവരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ മുഖ്യധാരയിലെത്തിക്കുക, അവർക്ക് വേണ്ടി എന്തെല്ലാം നമ്മുടെ സംഘടനയെ കൊണ്ട് ചെയ്യാൻ പറ്റും കീഴ്ഘടകത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയായിരുന്നു ഈ സംഘടന നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ തന്നെ 4 ജില്ലകളിൽ മാത്രമായിരുന്നു: കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം. പിന്നീട് അത് നമ്മൾ പ്രവർത്തനത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടോ അല്ലേ നമ്മുടെ സമുദായാംഗങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള കഴിവ് കൊണ്ടോ അത് പാലക്കാട് ജില്ലയിലും വയനാട് ജില്ലയിലും ഇന്ന് തൃശ്ശൂർ ജില്ലയിലും ചെറിയ തോതിൽ വ്യാപിപ്പിച്ചു. പാലക്കാട് ജില്ലയിൽ നല്ലൊരു അംഗത്വമുള്ളൊരു ജില്ലയാണ്. ഇന്ന് ഇത്രയും വലിയൊരു സമൂഹത്തെ ഇവിടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനം ഒരുക്കിയ പാലക്കാട് ജില്ലയെ ആദ്യം അതിൻ്റെ ഭാരവാഹികളെയും അതിന് കൂട്ടായി പ്രവർത്തിച്ച മറ്റ് ജില്ലാ ഭാരവാഹികളെയും സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും എൻ്റെ വ്യക്തിപരമായ നിലയിലും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്രയും ജനപ്രൗഢിയെ ജനസമൂഹത്തെ സംഘടിപ്പിച്ച പാലക്കാട് ജില്ലയെ വീണ്ടും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച അഡ്വക്കേറ്റ് ദാമോദരൻ സർ, ശാന്തകുമാരി ടീച്ചർ, കൂടാതെ മറ്റ് പ്രമുഖ വ്യക്തികൾ. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ ജില്ലയിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ഇത്രയും ആൾക്കാരെ ഇവിടെ യോജിപ്പിക്കാനും എത്തിക്കുവാനും സാധിച്ചത് പ്രത്യേകത തന്നെയാണ്. അതുപോലെ വയനാട് ജില്ലയിൽ നമ്മൾ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ജില്ലയിലും ഇതുപോലത്തെ ഒരു സമ്മേളനം നടത്താനും അവിടെ ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംഘടനയുടെ ശക്തി വലുതാക്കി കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ആലോചിക്കുന്നത്. അവിടെയും സംഘടനയുണ്ട്, പക്ഷെ അത് പോരാ. അവിടെ ഒരു മണ്ണാൻ സമാജം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. അത് മണ്ണാൻ സമുദായ സംഘടനയുടെ കീഴിൽ കൊണ്ടുവന്ന് അവരുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു നല്ല സംഘടനയായി രൂപീകരിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഈ സംഘടന ചെയ്യുന്നത്. ഇത് മാത്രം പോരാ, 7 ജില്ലകളിൽ ഒതുക്കാൻ മാത്രമല്ല ഈ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിനുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുണ്ടാവും, പുതിയ സംഘടനാ ഭാരവാഹികൾ വരും. അവർക്ക് ഇനിയും ഇത് 14 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ഓരോ ജില്ലകളിലും നമ്മുടെ അംഗത്വം എടുത്തുകൊണ്ട് നമ്മളെ ഈ സമുദായ സംഘത്തിൻ്റെ ഈ സമുദായ അംഗങ്ങളുടെ വേരുറപ്പിക്കാൻ അവർക്ക് കഴിയുമാറാകണം. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും പിന്തുണയും നമ്മുടെ സമുദായ സ്ത്രീകളിൽ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ കൂടെ എല്ലാവരോടും പറയുവാനുള്ളത്. നമ്മൾ ഈ ജില്ലയിലോ അല്ലെങ്കിൽ 7 ജില്ലകളിലോ ഒതുക്കിക്കൊടുത്ത് എല്ലാ ജില്ലകളിലും നമ്മൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മൾ ശക്തിയായ രീതിയിൽ അധികാരികളുടെ മുമ്പിൽ എന്തും ചോദിച്ചു വാങ്ങാനും നമുക്കതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു കഴിവുണ്ടാകും എന്ന് ഈ അവസരം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഒരുപടി മഹാരഥന്മാർ അയ്യങ്കാളിയെ പോലെയും നമ്മുടെ സമുദായ സംഘടനയിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപടി നേതാക്കന്മാരുണ്ട്. അഡ്വക്കേറ്റ് രഘുത്തമൻ സാർ, ചെറുട്ടി മാസ്റ്റർ, ബാലൻ മാസ്റ്റർ, അങ്ങനെ കണ്ണൂർ കോട്ടപ്പുറ കുഞ്ഞിക്കണ്ണാട്ടൻ, കുഞ്ഞമ്പു മാസ്റ്റർ, നിരവധി ആളുകൾ നമ്മൾ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് സംഘടന രൂപം നൽകിക്കൊണ്ട് സംഘടനയെ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനമാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനെ നിലനിർത്തിക്കൊണ്ടു പോവുക, എൻ്റെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോവുക, ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കുക. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ ഉദ്ദേശം, അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനം എന്നത് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണം എന്നാണ് ഈ അവസരം നിങ്ങളോട് ഓർപ്പിക്കേണ്ടത്.
ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ എത്ര സമുദായ സ്നേഹികളാണ് നമ്മൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉദാഹരണമാണ് ഇപ്പോൾ കണ്ണൂരിൽ നടന്ന അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് നിതിൻ രാജിൻ്റെ മരണം. ഇന്നും നമ്മൾക്ക് പുച്ഛമായ രീതിയിലാണ് പട്ടികജാതിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാതി അധിക്ഷേപം, ജാതി വെറിയന്മാർ ജാതി അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടി ജീവനൊടുക്കി. ഒരുപാട് 52ഓളം സംഘടനകൾ അതിന് പ്രതിഷേധം അറിയിച്ചു. വലിയൊരു പ്രതിഷേധ പ്രകടനം നടത്തി. അതിൽ നിന്ന് ഗവൺമെൻറ്റിന് മനസ്സിലായി, അധികാരികൾക്ക് മനസ്സിലായി, പട്ടിക സംഘടന ഒരു ചെറിയ സംഘടനയല്ല. എല്ലാവരും ഒത്തുകൂടിയാൽ, ഒന്നിച്ചിരുന്നാൽ, ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും, എന്തും പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയാലും അവിടെയും പട്ടികജാതിക്കാരോട് കാണിക്കുന്ന ക്രൂരതകൾ നമ്മൾ ഓരോന്നായി പത്രത്തിലും മീഡിയകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥിതി കേരളത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ പ്രതിരോധിക്കണ്ടേ? നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതിന് നമ്മൾ പ്രതിരോധിക്കണ്ടേ? നമ്മൾ ശക്തിയാർജിക്കണ്ടേ? എല്ലാവരും തോളോട് തോട് ചേർന്ന് അതിനൊരു പ്രതിരോധം ഉണ്ടാക്കണം എന്ന് ഈ അവസരം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ആ ഒരു പ്രവർത്തന ലക്ഷ്യമാണ് നമ്മുടെ സംഘടനയുടെ. അതിനുള്ള ഭാരവാഹികളുടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, വെറും ഭാരവാഹികളോ ഈ സ്ഥാനത്തിരിക്കുന്നവരോ മാത്രം വിചാരിച്ചാൽ ഈ നമ്മുടെ സമുദായ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല, ഐക്യത ഉണ്ടാക്കാൻ കഴിയുകയില്ല. അതിൽ ഓരോ വ്യക്തികളും മുന്നോട്ട് വന്ന് ഞാനും അതിന് കൂട്ടിച്ചേർന്നുകൊണ്ട്, ഓരോ വ്യക്തികളും കൂട്ടിച്ചേർന്നുകൊണ്ട് ആ സംഘടനയെ ശക്തിയാർപ്പിച്ചുകൊണ്ട് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ അവസരത്തിൽ കൂടുതലായി വലിയൊരു പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ 21 വർഷത്തെ പ്രയാണത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പാലക്കാട് ജില്ലയിലെ കുറേപടി വ്യക്തികൾ കൂടി ഉണ്ട്, സമുദായ സ്നേഹികളുണ്ട്. അവർക്കൊക്കെ അറിയാമായിരിക്കും ജില്ലാ സമ്മേളനത്തിലും മറ്റ് സമ്മേളനങ്ങളൊക്കെ അതിലൊക്കെ പറഞ്ഞാണ്. നീണ്ട 6 വർഷത്തെ പോരാട്ടത്തിന് ശേഷമാണ് പെരുവണ്ടാൻ എന്ന ജാതിയെ SC ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. 6 വർഷത്തെ നിയമപോരാട്ടം നടന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? വീണ്ടും നമ്മുടെ സംഘടന ശക്തി കൊണ്ട് മാത്രമാണ് 6 വർഷത്തിന് ശേഷം PSC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാൻ സാധിച്ചത്. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി സംഘടന രൂപീകരിച്ചതിന് ശേഷം സെക്രട്ടേറിയറ്റിലും AGS ഓഫീസിന് മുമ്പിലും 326ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ റാലി നടത്തി. നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിവേദനം മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രികൾക്കും നമ്മൾ കൊടുത്തു. അതിൽ നിന്ന് മറുപടികൾ വരാൻ തുടങ്ങി. അതിൽ നിന്നും കുറേ കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ സംഘടനയുടെ പ്രവർത്തനം തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഈ സംഘടന അത്ര വലിയ പരിപാടി ആസൂത്രണം തിരുവനന്തപുരത്തേക്ക് പോയത്. മറ്റൊന്ന് പറയുവാനുള്ളത്, സുപ്രീം കോടതി വിധി വന്നു. എന്താണ് വിധിച്ചത്? ഉപജാതി സംവരണം. സുപ്രീം കോടതി വിധിച്ചു, ഉപജാതി സംവരണം നടപ്പാക്കണം, ക്രിമിനൽ ഇയർ നടപ്പാക്കണം. അതിനെതിരായി തൃശ്ശൂരിൽ 63ഓളം സംഘടന ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭവും പ്രകടനവും നടത്തി അധികാരികളുടെ ശ്രദ്ധയിലെത്തിച്ചു നമ്മൾ. അതിലും നമ്മൾ മണ്ണാൻ സമുദായ സംഘടന ഭാഗവാക്കായി. ഉപജാതി സംവരണം എന്താണ്? ഉപജാതി സംവരണത്തെപ്പറ്റി വിശദമായ ഒരു റിപ്പോർട്ടുണ്ട്. ചെറിയ ഒരു 2-3 വാക്കുകൾ ഉപജാതി സംവരണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം. 7-അംഗ ബെഞ്ച് വിധിച്ചതാണ്. 7-അംഗ ബെഞ്ച് വിധിച്ചു. ആ വിധിയിൽ പറയുന്നത് എന്താണ്? 7-അംഗ ബെഞ്ച് വിധിച്ചത് അത് സംസ്ഥാന ഗവൺമെൻറ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നടപ്പാക്കാം, അതിൽ വേണമെങ്കിൽ നടപ്പാക്കാതിരിക്കാം. പക്ഷേ എങ്കിലും അത് ചില സംസ്ഥാനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. അത് നമുക്ക് വളരെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായുള്ള ഒരു വിധിയാണത്. ഭരണഘടനയിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അവരുടെ സംവരണത്തെ നിരോധിക്കാനോ നിഷേധിക്കാനോ പാടില്ല. കിട്ടുന്നിടത്തോളം അവർക്ക് ആനുകൂല്യം കൊടുക്കണം, സംവരണം നീട്ടിക്കൊണ്ടോ കാലാവധി പോലും നിശ്ചയിച്ചിട്ടില്ല. എത്ര വരെ? ഉദ്ദേശം എന്താണ്? സാമൂഹ്യമായി മുന്നോട്ട് കൊണ്ടുപോവുക, കീഴ്ഘടകത്തിലുള്ളവരെ മുന്നോട്ടെത്തിക്കുക. ഇന്നും ഒരുപടി കുടുംബങ്ങൾ, വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ വീടുകളിൽ കയറി ചെല്ലുമ്പോഴും ഓരോ പ്രദേശത്തെത്തുമ്പോഴും അവിടുത്തെ സ്ഥിതിഗതികൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനുവേണ്ടി സാമ്പത്തികപരമായും മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് കലരീതിയിലും സഹായിച്ചുകൊണ്ട് നമ്മുടെ സംഘടന മുന്നോട്ട് വരുന്നുണ്ട്. അതിനുദാഹരണമാണ് മലപ്പുറം ജില്ല. പ്രധാന ഉദാഹരണം മലപ്പുറം ജില്ലയാണ്. ആ മലപ്പുറം ജില്ലയിലെ പ്രവർത്തനവും സാമൂഹികമായും സാമ്പത്തികമായി പോലും പിന്നോട്ട് കൊടുക്കുന്നവരും മറ്റ് സഹായ സഹകരണം കൊടുക്കുന്ന ഒരു ജില്ല ഇപ്പോൾ മലപ്പുറം ജില്ലയാണ്.
കാരുണ്യ പ്രവർത്തനങ്ങൾ, വീടില്ലാത്തവർ വീട് വെച്ച് കൊടുക്കുന്നു, രോഗങ്ങൾ അനുഭവിക്കുന്നവർ രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് സഹായം കൊടുക്കുന്നു. അത്ര നല്ല നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ല ചെയ്യുന്നുണ്ട്. അതോടനുബന്ധിച്ച് മറ്റ് ജില്ലകളും ചെയ്യുന്നുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ഓരോ രീതി അനുസരിച്ച് അവരും സഹായധനങ്ങൾ കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അത് ഓരോ ജില്ലകൾക്കും അവരുടേതായ കഴിവുകളനുസരിച്ച് അതൊക്കെ സംഘടനയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ സമുദായ സ്നേഹികൾക്കും കുടുംബങ്ങൾക്കും മനസ്സിലാകും, ഈ ഒരു സംഘടനയിൽ നമ്മൾ കൂടി അംഗം ചേർന്നാൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവരിൽ നിന്ന് സാധിക്കുമെന്ന്. ഒറ്റക്കൊറ്റക്കൊന്നും നേടാൻ കഴിയില്ല. സംഘടനാ ശക്തികൾ കൂടെ മാത്രമേ നമുക്കെന്തും നേടാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ സുപ്രീം കോടതി വിധിയുടെ ചെറിയൊരു ഭാഗം മാത്രം പറയാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സംവരണത്തിൻ്റെ കാലാവധി നിശ്ചയിക്കണം. സംവരണത്തിൻ്റെ കാലാവധി നിശ്ചയിക്കണം. എത്ര കാലം വരെ കൊടുക്കാമെന്നുള്ള നിശ്ചയം വേണം. മറ്റൊന്ന് തൊട്ടുകൂടായ്മ പകരം സാമ്പത്തിക മാനദണ്ഡം. തൊട്ടുകൂടായ്മയുടെ പേരിൽ സംവരണം കൊടുക്കരുത്, സാമ്പത്തിക മാനദണ്ഡം വരണം. മറ്റൊന്ന്, സംവരണം കാര്യക്ഷമതയ്ക്കും ജാതി അടിസ്ഥാനത്തിനും പകരം വ്യത്യസ്തമായ നയം ബദൽരേഖ ഉണ്ടാക്കണം. ജാതി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായ നയമുണ്ടാക്കിക്കൊണ്ട് ജാതി അടിസ്ഥാന സംവരണം ഒഴിവാക്കുക. ഇതാണ് പ്രധാനമായും അതിൽ പറഞ്ഞിരിക്കുന്നത്. വരുമാന പരിധി വെച്ചുകൊണ്ടുള്ള സംവരണം വേണം. ക്രിമിലിയർ ഓൾറെഡി നടപ്പാക്കിയിട്ടുണ്ട്. ഈ വിധിക്കെതിരെ നമ്മൾ വലിയൊരു പ്രക്ഷോഭമാണ് തൃശ്ശൂർ നടത്തിയത്. അതിന് നമ്മൾ എതിരാണ്. കാരണം അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ക്രിമിനൽ ഓൾറെഡി നടപ്പാക്കിയിട്ടുണ്ട്. നമ്മളത് പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ സമുദായം, പട്ടികജാതിക്കാർക്കുള്ള സമുദായത്തിലെ എത്രയാണ് നമ്മുടെ സാമ്പത്തിക പരിമിതി വെച്ചിരിക്കുന്നത്? 2.5 ലക്ഷമാണ്. മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി 2.5 ലക്ഷം മാത്രമേ വരുന്നുള്ളൂ. ലംസം ഗ്രാൻഡ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അതാണ് നമുക്ക് അനുഭവിച്ചിരിക്കുന്നത്. മാറ്റപ്പെടുത്തണം. മറ്റുള്ളവർക്ക് 8 ലക്ഷമാണ്. ആലോചിച്ച് നോക്കൂ. നമ്മളെക്കാട്ടി കൂടുതൽ ആനുകൂല്യങ്ങളെ കൈപ്പറ്റുന്ന മുസ്ലിം സമുദായത്തിലവർ നോക്കൂ. മറ്റ് സമുദായത്തിലെ ആൾക്കാർ ഒരുപടി ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. പേര് പട്ടികജാതി പട്ടികവർഗം പഠിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ തന്നെ ജോലി എന്നൊരിതാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. ആ ഭാഗത്തൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കും. എത്ര കുട്ടികൾ വിദ്യാസമ്പന്നരായി മുന്നിലുണ്ട്, എത്ര ആൾക്കാർ ഉന്നത വിദ്യാഭ്യാസം നേടി നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ? ജോലി കിട്ടണമെങ്കിൽ PSC പോലത്തെ പരീക്ഷകൾ പാസ്സായി മുന്നോട്ട് വരണം. അവിടെ തന്നെ പല തട്ടിമറികൾ പലതും നടക്കുന്നു. അതൊന്നും നമ്മൾ നോക്കണ്ട. എങ്കിലും നമുക്ക് മുന്നോട്ട് വരാൻ അവസരം കിട്ടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. നമ്മൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ പല പ്രാവശ്യവും ശ്രദ്ധ ചെലുത്തിയാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി നിയമനം നടത്തുക. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വേക്കൻസീസ് എത്രയുണ്ടോ, അവിടെ പട്ടികജാതിക്കാർക്ക് എത്ര ഒഴിവുകളുണ്ടോ, ആ ഒഴിവുകൾ കണ്ടുപിടിച്ചുകൊണ്ട് ആ ഒഴിവുകളിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി ആവശ്യമായവരെ നിയമിക്കുക. അതിനുള്ള റിക്രൂട്ട്മെൻറ്റ് സംവിധാനങ്ങൾ നിലച്ചിരിക്കുകയാണ്. കാണാം. PSC പബ്ലിക്കേഷൻ പത്രത്തിൽ വന്നാൽ 1-2 വേക്കൻസി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പോരാ. മുമ്പ് അതായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. പട്ടികജാതിക്കാരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ ജോലി കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. മെറിറ്റിൽ വന്നവരെ ജോലിക്ക് എടുക്കുന്നു. പിന്നെ നമ്മൾ മറ്റൊന്ന് നോക്കണം. വിദ്യാസമ്പന്നരായ കേട്ടറ്റും എംടെക് പല ഡിഗ്രികളും എടുത്ത് വരുന്നുണ്ട് ഇല്ലേ? നെറ്റും എല്ലാം എടുത്ത് PG ഒക്കെ എടുത്ത് നിൽക്കുന്ന കുട്ടികൾ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. സ്കൂൾ വിദ്യാലയങ്ങൾ ജോലിക്ക് വേണ്ടി, കോളേജുകൾ ജോലിക്ക് വേണ്ടി. എന്താണ് നടക്കുന്നത്? എയ്ഡൽ മേഖലയിലെ നിയമനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് PSCക്ക് വിടൂ. അവിടെ എന്താ നടക്കുന്നത്? മാനേജ്മെൻറ്റുകൾ അവരവരുടെ ആവശ്യപ്രകാരം പണം മേടിച്ചുകൊണ്ട്, കോഴ തന്നെ എന്ന് പറയാം, കോഴ മേടിച്ചുകൊണ്ട് അവർ നിയമനം നടത്തും. 35, 40, 50, 1 കോടി വരെ ഒരു കോളേജിൽ പ്രൊഫസർ സ്ഥാനത്തിലൊക്കെ കിട്ടണമെങ്കിൽ 1 കോടി വരെ കൊടുത്തുകൊണ്ടാണ് അവർ അവിടെ ജോലിക്ക് എടുക്കുന്നത്. ആ ജോലി കൊടുക്കുന്നത് തെറ്റല്ലേ? നമ്മുടെ നികുതി പണമാണ് അവർക്ക് കൊടുക്കുന്ന ശമ്പളം. അവിടെ ഉദ്യോഗസ്ഥന്മാരെക്കായാലും ടീച്ചർമാരെക്കായാലും പ്രൊഫസർമാരെക്കായാലും എത്ര ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നമ്മുടെ നികുതി പണത്തിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. നമ്മളെ നികുതി പണം മേടിച്ച് ശമ്പളം കൊടുക്കുന്ന അവിടെ നിയമനം നടത്തുന്നത് മാനേജ്മെൻറ്റുകളാണ്. അതിനെതിരായിട്ട് നമ്മൾ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അതിനെതിരായ ശബ്ദം പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ കേൾക്കണ്ടേ? നമുക്ക് പ്രത്യേകമായ രാഷ്ട്രീയ ചിന്താഗതിയില്ല. നമ്മളെ ഈ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിനും വേണ്ടി എപ്പോഴും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. ഇനിയുള്ള നാളുകളിൽ ആ മുറവിളികൾ കൂടിക്കൊണ്ടേയിരിക്കും. ദേവസ്വം ബോർഡിലെ നിയമനങ്ങളൊക്കെ കുറേയൊക്കെ മാറി വന്നു. അതുപോലെ ഈ എയ്ഡൽ മേഖല നിയമനങ്ങളിൽ മാറ്റം വരണം. നിങ്ങളുടെ പാലക്കാട് ജില്ലയിൽ നോക്കൂ. പാലക്കാട് മെഡിക്കൽ കോളേജ് ആർക്ക് വേണ്ടി തുറന്നതാണ്? മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി തുറന്ന കോളേജാണ്. അവിടെ 70% സംവരണം പട്ടികജാതിക്കാർക്കാണ്.
പട്ടികജാതികളിൽ നിൽക്കുന്ന കുട്ടികൾക്കും അവിടെ ജോലിയായാലും ശരി, ജോലിയിലും 70% സംവരണമാണ്. അവിടെ കൊടുക്കുന്നുണ്ടോ അത് പരിശോധിച്ച് നോക്കൂ. ഇല്ല. അവിടെയും നമ്മളതിനെ ധർണയൊക്കെ നടത്തി ഡോക്ടർ ബാബുരാജനെ പോലെയുള്ള ആൾക്കാർ അതിന് ഒരു പ്രത്യേകമായ സംരക്ഷണ സമിതിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഒരുപടി പ്രക്ഷോഭങ്ങളും നിരാഹാരങ്ങളും അവരുടെ എല്ലാം നടന്നു. അതിൽ ഒരു പരിധിവരെ അവിടെ നിയമനങ്ങൾ മാറ്റിയിട്ടുണ്ട്, അവിടെ സംവരണ തത്വം പാലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും മുഴുവനായി നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഏത് മേഖലയിൽ നോക്കിയാലും നമുക്ക് ആനുകൂല്യം കിട്ടുമെങ്കിലും അതെല്ലാം തടസ്സപ്പെടുത്താനുള്ള വഴികൾ ആരും കണ്ണു തുറക്കുന്നില്ല. ആ കണ്ണു തുറക്കലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളൊരു ശക്തിയായ സംഘടനയായി മാറണം. ഈ നിതിൻ രാജന്റെ മരണത്തോട് മറ്റ് സംഘടനകൾ ചെയ്തിരിക്കുന്ന പ്രക്ഷോഭം പോലെ എല്ലാ ജാതീയ സംഘടനകളും ഒറ്റക്കെട്ടായി, പട്ടികജാതി പട്ടികവർഗ സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തിലുടനീളം സമരമുറകളുമായി ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്നാണ് ഈ അവസരം നിങ്ങളോട് ഞാൻ പറയാനുള്ളത്. എന്നാൽ മാത്രമേ നമുക്കെല്ലാം നേടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു പട്ടിക, എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു, എൻ്റെ മക്കളും കുടുംബങ്ങളും രക്ഷപ്പെട്ടു, ഇനി ആരും രക്ഷപ്പെടേണ്ട, ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ല, പ്രശ്നമില്ല എന്ന ചിന്താഗതി പാടില്ല. ഞാൻ ഉന്നതത്തിലെത്തിയെങ്കിലും എൻ്റെ കീഴിൽ നിൽക്കുന്ന ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ഒരുപടി ആൾക്കാരുണ്ട്. അവരും ആ സമൂഹത്തിലെത്തണം, അവരും ആ നിലയിലെത്തണം എന്നൊരു ചിന്താഗതിയോട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ സംഘടനയുടെ ഗുണമെന്താണ്, ഈ സംഘടന കൊണ്ട് നമുക്ക് എന്താണ് നേട്ടമുള്ളത്, ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടൊക്കെ കാര്യങ്ങളോട് നമ്മൾ എത്രമാത്രം അതിനോട് ആകാംക്ഷയെ നമ്മളോട് സമീപിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ കഴിയും. പിന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നത് രൂപീകരിച്ചുകൂടെ പ്രവർത്തിക്കുന്നുണ്ട്. MBS ട്രസ്റ്റ്. അതിന് മോഹനാട്ട് ഇവിടെയുണ്ട്, സെക്ഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം അതിനെ പറ്റി വിശദീകരിക്കും. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പലതുമാണ്. അത് പലതും നമുക്ക് നടക്കാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. പിന്നെ മംഗല്യ സഹായി നമ്മുടെ സംഘടനയുടെ കൂടെ പ്രവർത്തിക്കും. മലപ്പുറം ജില്ലയിലെ വിനോദാട്ടനത്തിൽ കൂടി ചേർന്നുകൊണ്ട് ഒരു മംഗല്യ സഹായി പ്രവർത്തനം. അതിൽ കൂടി ഒരുപടി കുടുംബങ്ങൾ, ഒരുപടി വിവാഹ ബന്ധങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. ആണായാലും പെണ്ണായാലും ഒരുപടി വിവാഹ ബന്ധങ്ങൾ. 500 രൂപയുടെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അതിൽ അംഗത്വം എടുക്കുക. അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ആഗ്രഹിച്ച പോലെ ചേരുന്നൊരു ബന്ധമാണെങ്കിൽ ആ വിവാഹ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. അതും ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണിത്. ആ സംഘടനയോട് എല്ലാവരും ഐക്യമായ രീതിയിൽ സന്തോഷത്തോടുകൂടി ഞാനും ഈ സംഘടനയ്ക്ക് വരുന്നു, മുഖ്യധാരയിലേക്ക് വർത്തിക്കേണ്ട പ്രവൃത്തി നമ്മളതൊരാണ്, നമ്മളെയും കൂടി കടമയാണെന്ന് ആലോചിച്ചുള്ള പ്രവർത്തനമാണ് നമുക്ക് ഇനി പല കാലങ്ങളിൽ വരേണ്ടത്. ഈ സമ്മേളനം കഴിഞ്ഞാൽ പുതിയൊരു ഭാരവാഹികൾ തിരഞ്ഞെടുക്കും. വീണ്ടും മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ തുടരും. ആ മെമ്പർഷിപ്പ് പ്രവർത്തനത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മളെല്ലാ മേഖലയിലും എത്തിപ്പെടുക, എല്ലാ കുടുംബങ്ങളിലും എത്തിപ്പെടുക. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും അംഗത്വം എടുത്തുകൊണ്ട് ഈ സംഘടനാ ശക്തി വലുതാക്കുക, അംഗബലം കൂട്ടുക, എല്ലാവരുടെ കൂട്ടായ്മ ഒന്നും ചെയ്യുന്നുകൊണ്ട് ഈ വരും കാലങ്ങളിൽ നമ്മുടെ സമുദായ സംഘടനയുടെ ശക്തി അധികാരികൾക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറണം. അവർ നമ്മുടെ സംഘടനയുടെ പേര് കേട്ടാൽ അവർ ഞെട്ടണം. അവരോട് കളിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്കായി NSSും SNDP പോലെ നമുക്ക് മാറാൻ സാധിക്കില്ലെങ്കിലും ഒരു ശക്തിയായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നീ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ഓരോരുത്തരുടെ മനസ്സും പ്രത്യേകമായി തയ്യാറാവണം എന്ന് മാത്രമേ ഈ അവസരം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ. പിന്നെ നമ്മൾ പല മേഖലയിൽ നമ്മളെ വളരെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇല്ലേ? പല ഉദ്യോഗതലത്തിലായാലും ഓഫീസുകളിലായാൽ ഒരു പട്ടികജാതിക്കാരനാണെങ്കിൽ അദ്ദേഹം സ്ഥലം മാറിപ്പോയാൽ അവിടെ ചാണകം തളിച്ച് വൃത്തിയാക്കുക. പട്ടികജാതിക്കാരനാ സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ സീറ്റ് ചാണകം തളിച്ച് വൃത്തിയാക്കുക, ഓഫീസ് വൃത്തിയാക്കുക, രജിസ്ട്രേഷൻ വേറെ വെക്കുക. എന്താണ് മറ്റ് സവർണ ജാതീയക്കാരും വളരെ മോശക്കാരാണോ? നമ്മുടെ കാണുന്ന കാഴ്ചപ്പാടിലും നമ്മുടെ നിറങ്ങളിൽ വ്യത്യാസമുണ്ടോ? അവരെ കാട്ടിയും എത്ര സുന്ദരിമാരോ നമ്മൾ, യാതൊരു സംശയമില്ല. എത്ര സുന്ദരിമാരാണ് നമ്മൾ. പക്ഷെ അവർ നമ്മളെ കാണുന്നതാണ് പട്ടികജാതി. ഇവരെ അടുപ്പിക്കരുത്. ഇവർ നമ്മൾ അടുത്തു വന്നു കഴിഞ്ഞാൽ അയിത്തം. ഓഫീസുകളിൽ പോലും വിശുദ്ധി വരികയാണെന്ന്. അപ്പം നമ്മൾ അതിനെയൊക്കെ ചെറുക്കണ്ടേ? അതിനാണ് നമ്മുടെ സംഘടനയുടെ ആവശ്യം. ആ സംഘടനയുടെ ആവശ്യം അതാണ്. അത് ഓരോരുത്തരും മനസ്സിലാക്കണം. എൻ്റെ മക്കൾക്ക് ഇന്ന് ആനുകൂല്യം കിട്ടിയവർ വലുതായെങ്കിൽ വരും തലമുറകളുടെ മക്കൾക്ക് കിട്ടണം. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ കിട്ടണം. ആ ഒരു ചിന്താഗതിയോട് നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ കൂടുതലായി വലിയ ദീർഘിച്ച പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സമയപരിമിതമായ രീതിയിലാണ് നമ്മളെ ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. തുടങ്ങാൻ തന്നെ 12 മണിയായി. ഉദ്ഘാടകൻ വരേണ്ടതുണ്ട്. പ്രഭാഷകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പോകേണ്ടതാണ്. എന്നാലും ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി എല്ലാം കൂടി ഓർപ്പിക്കുകയാണ്. നമ്മുടെ സമുദായ സംഘടനയുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ സമുദായ സംഘടന പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകമായി ഈ അവസരം നമ്മൾ ഒന്നും കൂടി ഗവൺമെൻറ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അവകാശങ്ങൾ ഇന്നത്തെ രീതിയിലുള്ള ജാതി സെൻസസ് നടപ്പാക്കുക. കേരള ഗവൺമെൻറ് നടപ്പാക്കുമെന്ന് അറിയില്ല. ജാതി സെൻസസ് നടപ്പാക്കുക.
ജാതി സെൻസസ് നടപ്പാക്കി ഓരോ കുടുംബത്തിലെ അംഗങ്ങൾ എത്ര ആ കുടുംബത്തിൽ ജോലിയുണ്ട്, എത്ര പേർ വീടില്ലാത്തവരുണ്ട്, അവർക്ക് എത്രമാത്രം സ്വത്തുകളുണ്ട്, അങ്ങനെ അതിൻ്റെ ജാതി സെൻസസ് നടപ്പാക്കി പട്ടികജാതിക്കാരുടെ പിന്നോക്കാവസ്ഥയും മുന്നോക്കാവസ്ഥയും കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കേണ്ട കാര്യങ്ങളും കൺസിഡർ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ സംവരണം എന്ന് പറയുന്ന തത്വം, ഉപജാതി സംവരണം പോലുള്ള തത്വങ്ങൾ നടപ്പാക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് വിജയപ്രദമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗവൺമെൻറ്റിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനിയും അതിനുവേണ്ടി നമ്മൾ പോരാടും, യാതൊരു സംശയമില്ല. എല്ലാവരുടെ പിന്തുണയുമുള്ളതുകൊണ്ട് നമുക്കതിൽ പോരാടാൻ നമ്മളെല്ലാവരും മുന്നോട്ട് വരണം. മറ്റൊന്ന്, നമ്മളെ അടിച്ചമർത്തൽ ഈ വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് ആ ഒരു ജാതീയമായ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും പ്രതികരിക്കണം. ഈ വണ്ണാനാട് പോകണമെന്ന് പറയുമ്പോൾ ശരി, വണ്ണാനാണ് എന്താ കുഴപ്പം? നമുക്ക് നമ്മുടെ ജാതി പറയാനുള്ളൊരു മനസ്സ് വേണം. പലർക്കും അങ്ങനെയുണ്ട്. ഞാൻ പല ഓഫീസുകളിൽ കയറി ചെന്നപ്പോൾ വണ്ണാൻ സമുദായത്തിലെ ഉദ്യോഗസ്ഥനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ രവീന്ദ്രൻ വണ്ണാനാണ് വരുന്നതെന്ന് പറഞ്ഞ് കാണും. ഇവൻ വണ്ണാൻ ജാതിയിലുണ്ട്, ഒരു പെട്ടൊരുത്തനാണ്. ഉടൻ തന്നെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയ അനുഭവമുണ്ട്. സംഘടന പ്രവർത്തനത്തിനായി പോയാലും ഒരുപക്ഷെ നമ്മൾ മെമ്പർഷിപ്പ് കാര്യത്തിലായാലും അല്ലെങ്കിൽ സഹായധനത്തിനായാലും എത്തിച്ചേരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവിടുന്ന് അയാളുടെ പേര് ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാനിവിടെ ഇല്ല. കാരണം അവർ വണ്ടാനാണെന്ന് മറ്റ് സഹപാഠികൾ അറിഞ്ഞു പോകും, കൂടെ ഇരിക്കുന്ന സഹപ്രവർത്തകർ അറിയും. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപടി പേരുണ്ട്. ആ ചിന്താഗതി മാറ്റിയേ പറ്റൂ. ജനിച്ചത് വണ്ണാനായിട്ടാണ്, മരിക്കുമ്പോൾ വണ്ണാനായിട്ടേ ഉള്ളൂ. നമ്പ്യാരോ നായരോ വലിയവരായിട്ട് മരിക്കുകയൊന്നുമില്ല. അങ്ങനെ ഒരു തോന്നൽ ആർക്കും വേണ്ട. മരിച്ചു പോകുന്നത് അതേ മണ്ണിലേക്കാണ്. നമ്മുടെ ശരീരത്തിൽ മൂടുന്ന ചുവന്ന രക്തം തന്നെയാണ് മറ്റു സമുദായങ്ങളുടെ അംഗങ്ങളുടെ ശരീരത്തിൽ മൂടുന്ന അതേ ചുവന്ന രക്തം തന്നെയാണ്. ആ രക്തം ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ആ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും ഈ സമുദായ സംഘടനയോട് എല്ലാവരും ഐക്യതയും സ്നേഹവും പിന്തുണയും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനത്തിന് ഒരിക്കൽ കൂടി പാലക്കാട് ജില്ലയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളോട് ഒരിക്കൽ കൂടി എല്ലാ സഹായ സംഘടനകളും അഭ്യർത്ഥിച്ചുകൊണ്ടും മെമ്പർഷിപ്പ് പ്രവർത്തനം വരുമ്പോൾ സംഘടന ശക്തി വലുതാക്കിക്കൊണ്ട് എല്ലാവരും അംഗബലം എടുത്തുകൊണ്ട് അടുത്തുള്ള ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വണ്ണാൻ സമുദായ സംഘത്തിൻ്റെ 21ാം സംസ്ഥാന സമ്മേളനം വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. സമയം കുറച്ച് വൈകിയാണ് ഞാൻ എത്തിയത്. നാളെ കേരളം എങ്ങോട്ട് എന്നുള്ള തീരുമാനം എടുക്കാൻ പോകുന്ന ദിവസമാണ്. ഇന്ന് ഒരുപാട് സമ്മേളനങ്ങളും പരിപാടികളും, നാളെ മുതൽ കുറച്ച് ദിവസം എല്ലാവരും തിരക്കാവുമല്ലോ. അതുകൊണ്ട് ഇന്നത്തോടു കൂടി കുറേ പരിപാടികൾ എല്ലാവരും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എത്തണം എന്നുള്ളതുകൊണ്ട് വൈകിയതാണ്. എന്തായാലും കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ സമ്മേളനം ഇവിടെ വളരെ ഗംഭീരമായിട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ MP രവീന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ K സേതുമാധവൻ, വേദിയിലുള്ള മുഖ്യപ്രഭാഷണം നടത്തിയ TS ശ്യാംകുമാർ, അഡ്വക്കേറ്റ് K ദാമോദരൻ, പ്രിയങ്കരനായ ശ്രീമതി ഷീബ സുധീഷ്, ശ്രീ K മൻസൂർ, പൊറ്റശ്ശേരി മണികണ്ഠൻ, ബിജു, പ്രിയപ്പെട്ട ശ്രീ M മോഹനദാസൻ, ശ്രീ സാജൻ കണ്ണൂർ, ശ്രീ MP രവീന്ദ്രൻ, സേതുമാധവൻ, വേണുഗോപാൽ, സുമ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള സംഘടനയുടെ നേതാക്കളെ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള സഹോദരന്മാർ, 21 വർഷം തികയാണ് ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം. വളരെ ശക്തമായി സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിലെ സമുദായ അംഗങ്ങളെ കൂട്ടി അവരുടെ ക്ഷേമത്തിനും ഭാവി തലമുറയുടെ പുരോഗതിക്കും വേണ്ടി ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിലെ അംഗങ്ങളാണ് നിങ്ങളെല്ലാവരുമെന്ന് അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ അപ്പോഴത്തെ പ്രാസംഗികൻ പറഞ്ഞത് ഞങ്ങളൊരു ശക്തമായ വോട്ട് ബാങ്കാണ് എന്ന് കൂടെ പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഈ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, സ്വാധീനവും ശക്തിയും ഒക്കെയുള്ള വിഭാഗങ്ങളെ ഭരണാധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ സമീപിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യും. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 5 വർഷം കൂടുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തിരഞ്ഞെടുപ്പ് നടക്കും. ഈ തിരഞ്ഞെടുപ്പിൽ
കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇലക്ഷന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളും ഓരോ വിഭാഗത്തിലും ചേർത്ത് വെക്കുമെന്നും അവർക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഉറപ്പ് നൽകും. പണ്ടത്തെ പോലെ അങ്ങനെ പറഞ്ഞൊഴിയാനൊന്നും കഴിയില്ല. ഇപ്പം എല്ലാം രേഖയാണ്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എന്തൊക്കെ പറയുന്നു എന്ന് നോക്കി വോട്ട് ചെയ്യുന്ന നല്ലൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട നിയമപരമായി സംരക്ഷണം ലഭിക്കാത്ത ഒരുപാട് സമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? എല്ലാവരെ പോലും മനുഷ്യരെ പോലെ ഞങ്ങൾക്ക് ജീവിക്കണം. ആ മനുഷ്യത്വം എന്ന് പറയുന്നത് ഭരണാധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണം. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അത് ആവശ്യപ്പെടാനുള്ള അർഹത എല്ലാ സംഘടനകൾക്കും ഉണ്ട്. സംഗതി ന്യായം ആയിരിക്കണമെന്നേ ഉള്ളൂ. അവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എല്ലാവർക്കും തുല്യ അവകാശം പ്രദാനം ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തെ മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ. നമ്മുടെ ഭരണഘടനാപരമായിട്ട് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്ന്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തന്നെയാണ്. ജനങ്ങളുടെ ക്ഷേമമാണ് രാഷ്ട്ര പുരോഗതി എന്ന് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കേവലം ഒരു അധികാര മാറ്റമല്ല, ബ്രിട്ടീഷുകാർ മാറി നമ്മൾ ഭരിക്കുന്നു, ഒരു അധികാര മാറ്റം അതല്ല. ഈ അധികാര മാറ്റം കൊണ്ട് ജനങ്ങൾക്കും രാജ്യത്തിനും പ്രയോജനം ഉണ്ടാകും. വേണ്ടേ? അതിലെല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ കഴിയും. അതാണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്. എല്ലാവർക്കും തുല്യ അവകാശം, തുല്യ അധികാരം. ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ വോട്ടുണ്ട്. പണ്ഡിതനായിട്ടുള്ള ഒരാൾക്ക് ഒരു 10 വോട്ട് ചെയ്യാൻ നിയമമുണ്ടോ? അല്ലെങ്കിൽ വലിയ പണക്കാരനാണ്, ഒരു 25 വോട്ട് ഞാനങ്ങനെ ചെയ്യാൻ പോവുക എന്ന് പറയാൻ പറ്റുമോ? എല്ലാവർക്കും തുല്യ അധികാരം, അവകാശം എന്നുള്ളത് ജനാധിപത്യത്തിൽ ഭരണഘടനാപരമായിട്ട് എല്ലാവർക്കും ഒറ്റ അധികാരമുള്ളൂ. ആ അധികാരം പോലെ തന്നെയാണ് അവകാശങ്ങൾ. എന്താ? മനുഷ്യനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏത് ജാതി, ഏത് മതം എന്ന് നോക്കാതെ തന്നെ അവർക്ക് എല്ലാവർക്കും ഭരണഘടനാപരമായ സുരക്ഷയുണ്ട്. ആ സുരക്ഷിതത്വം എല്ലാവർക്കും ഉറപ്പാകും. പിന്നെ ഏറ്റവും താഴ്ന്ന വരുമാനത്തിലും താഴ്ന്ന സ്ഥിതിയിലും സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്താൻ നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണമാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. അത് എല്ലാവരെയും ഒപ്പം എത്തിക്കാനുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും അത് കാലാനുസൃതമായ മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ ചില വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കാണില്ല, ചില വിഭാഗങ്ങൾക്ക് അമിതമായിട്ട് പ്രാധാന്യം ഉണ്ടാവും. സ്വാഭാവികമായും ഇത് ഏകീകരിക്കുന്നത് എങ്ങനെയാണ്? ഭരണഘടനാപരമായിട്ടുള്ള ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യണം. ഓരോ നിയമവും ഭേദഗതി ചെയ്യുന്നത്, നിയമം ഉണ്ടാക്കിയത് തന്നെ എന്തിനാ? ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി. അത് മാറ്റം ചെയ്യുന്നത് എപ്പോഴാണ്? നല്ല വിശകലനം ചെയ്ത് ദീർഘവീക്ഷണത്തോടു കൂടി മാറ്റം വരുത്തണം. മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. കാലാനുസൃതമായ മാറ്റം എല്ലാ നിയമങ്ങളിലും വരുത്താനാണ് ഇന്ത്യയുടെ പാർലമെൻ്റ് ഉള്ളത്. അപ്പോൾ ജനങ്ങളുടെ സുരക്ഷിതത്വം, അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാൻ ഒരു രാജ്യത്ത് ഭരണ സംവിധാനത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം വ്യതിചലിച്ചാൽ എന്താണ് പണിഷ്മെൻറ്റ്? അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരെയൊക്കെ തോൽപ്പിക്കും. ഇത് ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്ന ആൾക്കാരാരാ? അവരെ ജയിപ്പിക്കും. ഇതാണല്ലോ ജനാധിപത്യ പ്രക്രിയ. അപ്പോൾ അതിൽ ഓരോ സംഘടനയ്ക്കും വ്യക്തമായ സ്വാധീനം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല, ഒരു ഭരണ സംവിധാനത്തിൽ ന്യായമായ കാര്യങ്ങൾ പറയാൻ നമുക്കൊരു സംഘടന വേണം. അപ്പോൾ ആ സംഘടനയല്ലേ വ്യക്തിപരമായിട്ട് പോയി പറഞ്ഞാൽ ആര് കേൾക്കും? അപ്പോൾ സംഘടിത ശക്തിയാണ് ഞങ്ങളെന്ന് നമുക്ക് തോന്നണം. ആദ്യം നമുക്ക് നാഥനുണ്ട്, ചോദിക്കാനും പറയാനും ഒരു സംവിധാനമുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അർഹരായ കാര്യങ്ങൾ, അർഹതയുള്ളത് ഞങ്ങൾ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കും, അത് നേടിയെടുക്കും എന്ന് എന്ത് വേണം? ഒരു ശപഥം പോലെ നമ്മൾ പ്രവർത്തിക്കണം. വേണ്ടേ? അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എന്താ എല്ലാവരും ആഗ്രഹിക്കുന്നത്? നമ്മുടെ ക്ഷേമത്തെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് അടുത്ത തലമുറയെ എങ്ങനെ വളർത്തുന്നതാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ നല്ല വ്യക്തികളായിട്ട് നമ്മൾ രൂപീകരിക്കണം, അവർ നല്ല വിവേകമുള്ളവരാകണം. വിദ്യാഭ്യാസം വിവേകം മാത്രം വരും. അവർക്ക് ജീവിക്കാൻ അവർക്ക് നല്ല തൊഴിൽ വേണം, വരുമാനം വേണം. അപ്പോൾ നമ്മളൊക്കെ എന്താ, ഈ പഴയ തലമുറയിൽപ്പെട്ടൊരു വരുമാനമില്ല, തൊഴിലുമില്ല, ജീവിതം പ്രയാസപ്പെട്ട ഒരവസ്ഥയിൽ കഴിഞ്ഞവരാണ് പഴയ തലമുറ. അപ്പം അടുത്ത തലമുറ അങ്ങനെ ആകരുത്. അതിന് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്
ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം. ആ ഒരു കർമ്മം നിർവഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 21 വർഷമായിട്ടും ഈ സംഘടന കേരളത്തിലെ നല്ല ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. അതിന് സംഘടനയുടെ നേതാക്കളെ മുഴുവൻ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എന്തായാലും നാളെ കഴിഞ്ഞാൽ കേരളത്തിൽ സർക്കാർ പുതിയത് വരും. നിലവിലുള്ളതോ പുതിയതോ എന്താണെങ്കിലും വരുന്ന സർക്കാർ അടുത്തത് പുതിയത് തന്നെയാണ്. 5 വർഷത്തേക്ക് ഭരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പം അതിനു മുമ്പ് തന്നെ വിദ്യാഭ്യാസ അവകാശങ്ങൾ, സംവരണ തത്വങ്ങൾ ഇതെല്ലാം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, പാലക്കാട് ജില്ലയിലെ മണ്ണാൻ സമുദായത്തിൽപ്പെട്ട നിരവധി ആളുകളെ നേരിട്ട് എനിക്ക് പരിചയമുണ്ട്, ബന്ധമുണ്ട്. കഴിഞ്ഞ 7 വർഷം ഞാൻ പാർലമെൻറ്റ് അംഗമായിട്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഓരോ ഇടത്ത് പോകുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അവരുടെ ഒരു ആവശ്യത്തിന് പോലും ഇന്ന് വരെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ മുഖം തിരിച്ച് നിന്നിട്ടില്ല. എപ്പോഴും സമീപിക്കാവുന്ന, നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിയാണ് ഞാൻ. അതുകൊണ്ട് പാലക്കാട് ജില്ലയിലും, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ വന്ന് നിങ്ങൾ സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ പാലക്കാട് സമ്മേളനത്തിന് ശേഷം നിങ്ങൾക്ക് കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങൾ ചെറുതായിരിക്കില്ല. പാലക്കാട് സമ്മേളനം നടത്തിയവരൊക്കെ അങ്ങനെ ഉയരങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സംഘടന കൂടുതൽ ശക്തിപ്പെടട്ടെ. പാലക്കാട് MP നിങ്ങളുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും ഒപ്പമുണ്ടാകും. അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും നാളെ സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമാണെങ്കിലും മാനുഷിക നീതി എല്ലാവർക്കും നടപ്പിലാക്കണമെന്ന മഹാത്മാഗാന്ധിയുടെ സ്വപ്നം ഇന്ത്യയുടെ പട്ടണങ്ങളിലല്ല ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഇന്ത്യയുടെ ജീവൻ അവിടെയാണ് കുടികൊള്ളുന്നത്. അവർക്ക് സ്വയം പര്യാപ്തത കൈവരിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസവും അവർക്ക് നല്ല ആരോഗ്യവും അവർക്ക് ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് രാജ്യം വികസന രാജ്യമാകുകയുള്ളൂ എന്നുള്ള ആപ്തവാക്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാഷ്ട്രപിതാവ് ആഗ്രഹിച്ചതുപോലെ ഗ്രാമീണ ജനത ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവർക്ക് ജീവൻ വയ്ക്കുമ്പോഴാണ് ഒരു രാഷ്ട്രം അതിശക്തമാകുന്നത്. കുറച്ച് സാമ്പത്തികം ഉണ്ടായതുകൊണ്ടോ സൈനിക ശേഷിയുള്ളത് കൊണ്ടോ മാത്രം ഒരു ശക്തമായ രാജ്യമാകില്ല. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ട ആളുകളെ ചേർത്ത് വെച്ച് ഭരണഘടന പ്രദാനം ചെയ്യുന്ന ആ സംരക്ഷണം എല്ലാവരിലും എത്തിക്കുന്നത് വരെ ആണ് നമ്മുടെ വികസനം എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ടുള്ളൊരു നേട്ടമല്ല. അതുകൊണ്ട് ഓരോ വ്യക്തികളുടെയും ഉയർച്ചയിൽ, ആ സമൂഹത്തിൻ്റെ വളർച്ചയിൽ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായി ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളും ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ഒരു രാജ്യമാകുള്ളൂ, ഒരു ക്ഷേമ രാഷ്ട്രമാകുള്ളൂ. ഇത് പ്രസംഗത്തിലല്ല, ഓരോ ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന ഫയൽ വരുമ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞത് ഓർക്കണം. എന്താണ് ഒരു ഫയൽ? ഒരു നിയമം ഭേദഗതി ചെയ്യുമ്പോൾ, ഒരു പുതിയ നിയമം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മുതിർന്ന ആ ഭരണാധികാരിയുടെ മുമ്പിൽ ഒരു ഫയൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? പണക്കാർക്ക് വേണ്ടിയോ സമ്പന്നർക്ക് വേണ്ടിയോ സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടിയോ അല്ല ഈ നിയമം എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. അവരുടെ മനസ്സിൽ എന്ത് വേണം? ഈ സമൂഹത്തിലെ ഏറ്റവും ദൈന്യത അർഹിക്കുന്ന വളരെ പാവപ്പെട്ട ആളുകളുടെ, വളരെ ദരിദ്രരായിട്ടുള്ള ആളുകളുടെ അവരുടെ മുഖം ഈ ഭരണാധികാരിയുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ ഒരിക്കലും തെറ്റായി ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ മനുഷ്യത്വപരമായി സാധാരണക്കാരൻ്റെ ഉയർച്ചയ്ക്കാണ് ഓരോ നിയമവും ഓരോ ഫയലും ഒപ്പിടുന്നതെന്ന് ഭരണാധികാരിക്ക് ഉറപ്പുണ്ടാകുന്ന സമയം വരുമ്പോൾ നമ്മുടെ രാജ്യം 100% സ്വാതന്ത്ര്യം പ്രാപിക്കുകയുള്ളൂ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രപിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് കഴിയാത്ത ഭരണാധികാരികളെ അത് ഓർമ്മിപ്പിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ സംഘടന വളരെ ഉത്തരവാദിത്തോടു കൂടി എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിന് പാലക്കാട്ടെ സമ്മേളനം ഒരു പ്രത്യേകമായ ഒരു പ്രചോദനമാകട്ടെ. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട്, സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലാ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട്, നാളെകളിലുള്ള പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Jivan.